പെൺകുട്ടികൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല, വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല, നാട്ടിൽ ആമ്പിള്ളേരെല്ലാം കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സിനാരിയോ ആകെ തിരിഞ്ഞിരിക്കുകയാണ്. പല മാട്രിമോണി സൈറ്റുകളുടെയും കണക്കുകൾ പ്രകാരം മുൻ വർഷത്തെക്കാളും മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൺകുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെല്ലാം വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നാണ് പല അനലിസ്റ്റുകളും സംശയിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും പല കുടുംബങ്ങളിലായാലും നമ്മൾ കേട്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് ആൺകുട്ടികൾ വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല. നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും വിവാഹം വേണ്ടെന്ന് വെക്കുന്ന ആൺകുട്ടികൾ വർദ്ധിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മാട്രിമോണി സൈറ്റുകളിൽ ആൺകുട്ടികളുടെ പുതിയ രജിസ്ട്രേഷനുകൾ ഇല്ലാതാവുന്നു. ജെൻസി ആൺകുട്ടികൾ വിവാഹത്തെ ഒരു മാൻഡേറ്ററി ആയിട്ട് കണക്കാക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, MGTOW എന്ന് പറഞ്ഞിട്ട് MGTOW മെൻ ഗോയിങ് ദെയർ ഓൺ വേ എന്ന് പറയുന്ന ഒരു കൾച്ചർ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു കൾച്ചറാണിത്. പല കൾച്ചറുകളുടെയും തുടക്കം എന്ന പോലെ തന്നെ ഇതിന്റെയും തുടക്കം അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പിന്നെ കാനഡ, യുണൈറ്റഡ് കിങ്ഡം, അങ്ങനെ വളർന്ന് ഇത് സൗത്ത് കൊറിയയിലെത്തി അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഒരു കൾച്ചർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടത്തേക്കാളും ഭയങ്കര ഭയാനകമായിട്ടുള്ള രീതിയിലാണ് സൗത്ത് കൊറിയയിലെ ഓരോ ജീവിതശൈലി എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാത്തിനും സ്ട്രെസ്സാണ്. പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്, അത് പ്രത്യേകിച്ച് 2-3 സ്കൂളുകൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ പാഴായി പോകുന്ന പറയുന്നൊരു സ്ഥിതി. അതുപോലെ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റ് വേണം എന്നുള്ള സ്ഥിതി. ഇപ്പം നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവുള്ള ഒരു രാജ്യമായിട്ട് സൗത്ത് കൊറിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൺകുട്ടികളൊന്നും വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. മാത്രമല്ല, ഇത്രയും മോശപ്പെട്ടൊരു അവസ്ഥയിലേക്ക് അവിടെ ഭയങ്കര പാടാണ് ജീവിച്ചു പോകാൻ. അത്രയും റിച്ച് ആയാൽ മാത്രമേ നല്ല രീതിയിൽ അവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വെറുതെ എന്തിനാണ് ഞാനൊരു ജീവനെയും കൂടെ പുതിയതായിട്ട് കൊണ്ടുവരുന്നതെന്ന് ചിന്തിച്ച് പല പുരുഷന്മാരും വിവാഹം കഴിക്കുന്നില്ല, കുട്ടികളെ ഉണ്ടാക്കാനും തയ്യാറാകുന്നില്ല. പലരും അവിടെ വിവാഹം കഴിക്കാതെ തുടരാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം ഈ MGTOW ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വിവാഹം പുരുഷന്മാർക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നൊരു സാധാരണ ആൺകുട്ടിക്ക് ജീവിച്ചു പോകാൻ ഒരു 30,000 രൂപയുടെ സുഖമായിട്ട് ഒരു ആൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു പോകാം. സ്വന്തം ചെലവുകൾ നോക്കി, സ്വന്തം ഫുഡ് കഴിച്ച്, സ്വന്തം പെട്രോൾ അടിച്ച്, സ്വന്തമായിട്ട് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് ധരിച്ച്. അപ്പം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നെങ്കിൽ 30,000 രൂപയുള്ള വ്യക്തിക്ക് അവനിഷ്ടമുള്ള നല്ലൊരു വാഹനം വാങ്ങിച്ച് അതിൻ്റെ EMI അടച്ച് അവനിഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവനിഷ്ടമുള്ള കമ്പ്യൂട്ടറോ ഗാഡ്ജറ്റ്സോ ഒക്കെ വാങ്ങിച്ച് വലിയ കുഴപ്പമില്ലാതെ അവന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം 30,000 രൂപ വരുമാനമുള്ള ഒരു വിവാഹം കഴിച്ചൊരു വ്യക്തിയാണെങ്കിൽ അയാൾ കടവും കടക്കെണിയുമായിട്ട് ജീവിതമൊന്നും ആസ്വദിക്കാൻ പോലും പറ്റാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുതലമുറയിൽ ആൺകുട്ടികൾ കണ്ടു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാട്രിമോണി സൈറ്റിൽ തന്നെ ഇത്രയും കുറയാനുള്ള കാരണം 90s എന്ന് പറയുന്ന ഒരു ജനറേഷനാണ് വിവാഹത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. 90s വരെയുള്ള ജനറേഷനാണ് ആ വിവാഹത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അവർ ജീവിച്ചു വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തെ സദാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യന് ദാഹം, വിശപ്പ്, വസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനം ആണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടണമെങ്കിൽ വിവാഹം കഴിച്ചാലേ നടക്കൂ എന്നൊരു സദാചാര കോഡ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആൺകുട്ടികളെ വിവാഹത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. ഇപ്പോൾ 90s ഒക്കെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കായിരിക്കും. ഇന്നത്തെ ജനറേഷൻ ജെൻസി എന്ന് പറയുന്നത് അവരാണ് മാട്രിമോണി സൈറ്റുകളിലൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സ് എന്നൊക്കെ പറയുന്നത് അത് കിട്ടാൻ വിവാഹം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ ഇറങ്ങിയിട്ടുള്ള കാരണം അതിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഇപ്പം നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ പല ആൺകുട്ടികൾക്കും ഇന്ന് വിവാഹത്തിലേക്കുള്ള ഡ്രൈവിംഗ് ഫോഴ്സും കുറവാണ്. മാത്രമല്ല, പലർക്കും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഇത്രയും ഒരു ഫ്രീഡം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എൻജോയ് ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതി. രണ്ടാമത്തെ കാര്യമാണ് സ്ത്രീപക്ഷമായിട്ടുള്ള ഡിവോഴ്സ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ഏതൊരു ഡിവോഴ്സ് നിയമം എടുത്തു നോക്കിയാലും കൂടുതലും സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ അവനെ വിവാഹം കഴിച്ചിട്ട് കുറച്ച് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് അപ്ലൈ ചെയ്ത് അവൻ്റെ സ്വത്തിൻ്റെ പകുതി അലിമുണിയായിട്ട് ആവശ്യപ്പെടുക എന്ന് പറയും. അങ്ങനെയുള്ള പല അലിമുണി കേസുകളിലും ഈ ഭാര്യയോട് സ്ത്രീയോട് ജഡ്ജസ് തന്നെ ഇടപെട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാനുള്ള ശേഷിയുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് പോയി അധ്വാനിച്ചുണ്ടാക്കുക, മറ്റൊരാളുടെ സമ്പത്തിൻ്റെ പകുതി ചോദിക്കാമെന്ന് ജഡ്ജസ് തന്നെ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് ഇന്നത്തെ യുവതലമുറയിലെ ആൺകുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് വിശ്വാസം നഷ്ടപ്പെട്ടു, അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അവർ ചിന്തിക്കുന്നത് എന്തേ ഞാൻ ആവശ്യമില്ലാത്ത ഇത്രയും സ്ട്രെസ്സും തലവേദനയും എടുത്ത് തലയിൽ വെക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ജെൻസിലെ ആൺകുട്ടികളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതിൽ വലിയൊരു വിഭാഗം ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ പീസ്, ഫിനാൻഷ്യൽ ഫ്രീഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അവയർനെസിന്റെ ഒക്കെ ഭാഗമായിട്ട് മുൻ തലമുറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ട്രേഡിങ്ങിനോടും ഇൻവെസ്റ്റിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു 2010 ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കാണില്ല. ചിലപ്പോൾ 10,000-ലൊന്നോ അല്ലെങ്കിൽ 1,00,000-ലൊന്നോ ഒക്കെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ. ബാക്കി എല്ലാവരും എങ്ങനെയും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, എവിടെയെങ്കിലും ബാങ്കിൽ കൊണ്ട് FD ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടിയൊക്കെ ചേരുക,
അതുകൊണ്ട് ജീവിക്കാന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെയായിരുന്നു നമ്മൾ അന്ന് കണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ നമ്മളിന്ന് നോക്കി ഒരു 10 പേരെ എടുത്താൽ അതിലൊരു 5 പേരും എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ മിനിമം ഒരു SIP എങ്കിലും ഉള്ള ഒരാളായിരിക്കും. കാരണം പണ്ട് ട്രേഡ് ചെയ്യാന്ന് പറയുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ട് കിട്ടിയിരുന്ന സൗകര്യമായിരുന്നു. അതിന് ആ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന ബുദ്ധിമുട്ട്, ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്ന ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാരണം അത്രയും അതിനെക്കുറിച്ച് നോളജ് ഉള്ള അത്രയും ആക്സസ് ഉള്ള ആളുകൾ മാത്രം ചെയ്തിരുന്ന കാര്യമാണെങ്കിൽ ഇന്ന് ആർക്കും ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പോപ്പുലറായി. അപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്, നല്ല സ്റ്റോക്ക് ഏതാണ്, നല്ല ഓപ്പർച്യൂണിറ്റി ഏതാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ധൃതി പിടിച്ച് നോക്കി നടക്കുന്ന സമയത്ത് അവർ വിട്ടുപോകുന്നൊരു ലൂപ്പ് ഹോൾ ഉണ്ട്, ബ്രോക്കറേജ് ചാർജസ്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു ഭാഗം ബ്രോക്കറേജ് ചാർജ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓവർ ടൈം നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഈ ചാർജസ് ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വളരെ കുറച്ച് ചാർജസ് മാത്രം ചാർജ് ചെയ്യുന്ന ശൂന്യ പോലുള്ള ബ്രോക്കേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെ ഓപ്ഷൻസ് ആൻഡ് ഇൻട്രാഡേക്ക് പെർ എക്സിക്യൂട്ടഡ് ഓർഡറിന് 5 രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതേസമയം ഇക്വിറ്റി ഡെലിവറി, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ 0 ബ്രോക്കറേജിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇവരുടെ ട്രേഡിംഗ് ചാർട്ട്സ് പവർ ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും. ഫാസ്റ്റ് ആയിട്ടുള്ള ഓർഡർ എക്സിക്യൂഷനും സ്റ്റോക്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, കമോഡിറ്റീസ്, കറൻസീസ്, ETFs, മ്യൂച്വൽ ഫണ്ട്സ്, ആൽഗോ ട്രേഡിംഗ്, ഇതിലേക്കൊക്കെ ഉള്ള ആക്സസ് ഒറ്റ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതിനുവേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രെൻഡിംഗ് ആയി നിൽക്കുന്നു എന്ന് കരുതി ചാടിക്കേറി അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും ആ സ്റ്റോക്കിന്റെ, ആ കമ്പനിയുടെ അതിന്റെ ബിസിനസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ വാല്യുവേഷൻ ശരിക്കും പഠിക്കുക, അതിന്റെ റിസ്ക് ഒക്കെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ തീരുമാനം എടുക്കുക. പിന്നെ ലോങ്ങർ ഹൊറൈസൺ, എപ്പോഴും ലാഭം ഉണ്ടാക്കുന്ന ആളുകളെന്ന് പറയുന്നത് ചാടിക്കേറി ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല, അല്ലെങ്കിൽ മാർക്കറ്റ് നോയ്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളല്ല. അവർ ഫാക്ട്സ് ഒക്കെ നോക്കി റിസർച്ചസ് ഒക്കെ നടത്തി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ആളുകളാണ്. സോ ഇഫ് യു വാണ്ട് ടു എക്സ്പ്ലോർ ശൂന്യ, പ്ലീസ് ചെക്ക് ദ ലിങ്ക് ഇൻ മൈ കമന്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ആൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണമാണ്. റിലേഷൻഷിപ്പുകളെക്കാളും സ്വന്തം മനസ്സമാധാനവും സ്വസ്ഥതയാണ് വലുതെന്ന് വിചാരിക്കുന്ന ആൺകുട്ടികൾ ഇപ്പോൾ ഇതിനോട് മൊത്തത്തിൽ ഒരു പിന്തിരിഞ്ഞ അവസ്ഥയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ആൺകുട്ടികളും വിവാഹം വേണ്ടാന്ന് വെക്കുന്നതല്ല ഞാൻ പറയും. പണ്ട് വിവാഹം വേണ്ടാന്ന് വെക്കുന്ന ഒരാൾ 100-1 ഇപ്പോൾ 100-ഒരു 10, 20 അല്ലെങ്കിൽ 25 എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൗത്ത് കൊറിയയിലൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ അധികം വിദൂരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൺകുട്ടികളുടെ ലൈഫിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ജോലി കിട്ടിയ ഉടനെ വിവാഹം കഴിഞ്ഞ ഉടനെ കുട്ടികൾ. ഇതാണ് ഒരാളുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജീവിതം എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ജീവിച്ചാലേ ഒരു യഥാർത്ഥ ജീവിതം ജീവിക്കുന്ന ഒരാളായിട്ട് അംഗീകരിക്കൂ എന്നുള്ളതായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റീരിയോ ടൈപ്പ്. ഇതായിരുന്നു ഒരു ആൺകുട്ടിയുടെ ഡിഫോൾട്ട് ജീവിതം. പക്ഷെ ഇന്നത്തെ ജീവിതം അങ്ങനെ ഒരു സിംഗിൾ ലൈനിലല്ല പോകുന്നത്. ആളുകളുടെ ജീവിത രീതികൾ മാറി, ജീവിത ശൈലികൾ മാറി. ഇന്ന് പല ആളുകളും റിമോട്ട് ജോബ്സ് ആയി, ഫ്രീലാൻസിംഗ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഓൺടർപ്രീനർഷിപ്പിലേക്ക് തിരിയുന്ന യുവാക്കൾ, അല്ലെങ്കിൽ ക്രിയേറ്റർ എക്കണോമിയിലേക്ക് തിരിയുന്ന യുവാക്കൾ, ഒരു പങ്കാളി ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. മാത്രമല്ല വിവാഹം കഴിച്ച ആളുകൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവരുടെ ഡിവോഴ്സ് സ്റ്റോറീസ്, ഡിവോഴ്സിന് വേണ്ടി കോടതി കയറി ഇറങ്ങി അലഞ്ഞു തിരിയുന്ന ബുദ്ധിമുട്ടുകൾ, ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അവകാശത്തിന് വേണ്ടി ഉണ്ടാകുന്ന വഴക്കുകൾ, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റോറീസ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫിൽ തന്നെ കാണുന്ന റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വലിയൊരു കൂട്ടം ആളുകളും പിന്തിരിയുന്നത്. അപ്പോൾ മാരേജ് ഈക്വൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പല ആളുകളും ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതൊരു പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എപ്പോഴും റിയാലിറ്റി ആവണമെന്നില്ല. പക്ഷേ ഈ പറയുന്ന പെർസെപ്ഷൻ തന്നെയാണ് പല ആളുകളുടെയും തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ഇനി ആൺകുട്ടികൾക്ക് എന്തുകൊണ്ട് വിവാഹം അത്രത്തോളം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനമായിട്ട് മാറുന്നില്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ വിവാഹം എന്ന് പറയുന്ന ചടങ്ങ് തന്നെയാണ് പല ആൺകുട്ടികളെയും വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുന്നതൊന്നും അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമില്ല. പക്ഷേ കല്യാണ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലരുടെയും നെഞ്ചിലൊരു ഇടുത്തിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളുടെ ലൈഫ് കുറച്ച് വ്യത്യസ്തമാണ്. പെൺകുട്ടികളെന്ന് പറയുന്നത് ഒരു മെജോറിറ്റി ഓഫ് പെൺകുട്ടികളുടെയും കല്യാണം നടത്തുന്ന വീട്ടുകാരാണ്. ഒന്നെങ്കിൽ അച്ഛൻ നടത്തും, അല്ലെങ്കിൽ ആങ്ങള നടത്തും. ഇവർ പൈസ ഉണ്ടാക്കും, ചിലവുകളൊക്കെ ഇവർ വഹിക്കും, അങ്ങനെ നടക്കും. സ്വന്തം ചിലവിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. പക്ഷേ ആൺകുട്ടികളുടെ കേസിലേക്ക് വരുമ്പോൾ ഇവർ സ്വന്തം ചിലവിൽ വേണം വിവാഹം നടത്താൻ. കാരണം ആദ്യം തന്നെ നിനക്ക് ജോലി ആയാലാണ് നിനക്ക് വിവാഹം. ഇനി ജോലി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവൻ സ്വന്തം വിവാഹത്തിനുള്ള ചിലവുണ്ടാക്കണം, വിവാഹത്തിനുള്ള പണവും പൈസ അവൻ ഉണ്ടാക്കണം. പല പെൺകുട്ടികളെയും കൺസെപ്റ്റിനനുസരിച്ച് വിവാഹം നടത്തണമെങ്കിൽ അതിന് തന്നെ വലിയൊരു ചിലവ് അവന് എടുക്കേണ്ടി വരും. മറ്റേത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവൻ ഈ ജോലിക്ക് കയറി 3-4 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയ പൈസ അതൊരിക്കലും തികയില്ലെന്ന് അവനറിയാം. അപ്പൊ ലോണും കൂടെ എടുത്തിട്ട് വേണം ഈ കല്യാണം നടത്താൻ. വലിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു ഇവന്റ് മാനേജ്മെന്റിനെ ഇത് ഏൽപ്പിക്കണം. അപ്പൊ അതിന് തന്നെ നല്ലൊരു സംഖ്യ, ഒരു 5-6 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ അതിന് തന്നെ ചിലവാകും. മാത്രമല്ല, ഒന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ബയോഡേറ്റ ഫുള്ള് നോക്കും. അവന് വീടുണ്ടോ, അവന് സ്വന്തമായിട്ട് കാറുണ്ടോ, അവന് നല്ല ജോലിയാണോ, എത്ര സാമ്പത്തിക ശേഷിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ബോക്സസ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് തന്നെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനുമാണ്.
മറ്റേയാണെങ്കിൽ അവന്റെ ലൈഫിൽ അവന്റെ കരിയറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കരിയർ ഗ്രോ ആകാനനുസരിച്ച് അതിനെ ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള സമയം അതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ വിവാഹം കഴിക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് വിവാഹം കഴിച്ച് ഈ പറയുന്ന ബോക്സസ് എല്ലാം ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് എന്നിട്ട് വേണം അവന് വിവാഹം കഴിക്കാൻ. ഈ പറയുന്ന ആഡംബരമായിട്ട് വിവാഹം നടത്താൻ ലോൺ എടുക്കണം, അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങിക്കണം, വീടുണ്ടെങ്കിൽ പുതുക്കി പണിയണം, ഇല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കണം. ഇങ്ങനെയുള്ള വലിയ ഭാരമാണ് ആൺകുട്ടികളുടെ തലയിൽ വന്ന് വീഴുന്നത്. ഇതുപോലെ അതിന് പെണ്ണിനിടാൻ സ്വർണം വാങ്ങിക്കണം. പിന്നെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ ഫോറിൻ ട്രിപ്പ് പോകണം. അപ്പോൾ ഒരു 10-26 വയസ്സുള്ള ഒരു ആൺകുട്ടി ചിന്തിക്കുന്നത് അവന് കരിയർ ബിൽഡ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ്സ് വേണം, അവന്റെ ഫ്യൂച്ചർ സേവ് ആക്കണം. ഇതിന്റെയൊക്കെ കൂടെ തന്നെ ഈ പ്രായം, ഈ യങ് ഏജ് എന്ന് പറയുന്നത് എത്ര പൈസ ഉണ്ടാക്കിയാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഏജിൽ നമുക്കുണ്ടാകുന്ന എനർജി, ഈ ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണിത്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയും മറ്റുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് വിവാഹം എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ വേറൊരു ജീവിതം ജീവിക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരും. ആ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ടി വരും. ആ പൈസ ഉണ്ടാക്കി ഒരു കാര്യമില്ലാതെ വെറുതെ പൊടിച്ച് കളയേണ്ടി വരും. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് തലയിൽ ഒരു ഇടുത്തി വീണ ഒരു ഫീലാണ്. എങ്ങനെ പോലും വിവാഹം കഴിയുമ്പോൾ ആൺകുട്ടിയുടെ ആയിരുന്നു ഒരു 20 ലക്ഷം രൂപ എങ്ങനെയാലും ചിലവാകും. കാരണം കല്യാണം നടക്കുന്ന ചിലവ്, പിന്നെ അതിന്റെ കൂടെ റിസപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പിന്നെ മുസ്ലിം കല്യാണമൊക്കെയാണ് പറയാൻ ഒരാഴ്ചയൊക്കെയാണ് ഒരു കല്യാണം. പല പേരിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്താണ്. മഞ്ഞ, പച്ച, നീല, വയലറ്റ് എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് പല കല്യാണങ്ങൾ, പല എപ്പിസോഡുകൾ വരുന്ന ഒരു സീരീസ് പോലാണ് പല മുസ്ലിം കല്യാണങ്ങളും ഇന്ന്. അപ്പൊ ആൺകുട്ടികൾ ചിന്തിക്കുന്നത് എനിക്ക് ആരോടും എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇന്ന് ജീവിക്കണം. കല്യാണം കഴിച്ചാലേ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എല്ലാവരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കല്യാണം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കാറ് വാങ്ങിക്കാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വീട് വെക്കാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ഒന്നിനും അവിടെ ഒരു പ്രോട്ടോകോൾ ഇല്ല. നീ ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഒരു പ്രോട്ടോകോൾ ഇല്ല. നമുക്ക് നമ്മുടെ ജീവിതം ഫുള്ളസ്റ്റ് ആയിട്ട് ജീവിക്കാം. നമുക്ക് നമ്മുടെ കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാം. ലോങ്ങർ ടൈം ഹൊറൈസണിൽ വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡവും നേടാം. വിവാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയൊരു ബെനിഫിറ്റിനോടൊപ്പം വലിയ റിസ്കുകളും റെസ്പോൺസിബിലിറ്റീസും ആണ് വരുന്നത്. അത് ആ ജീവിതത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. പല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം, ഇമോഷണൽ ലേബർ ചെയ്യണം. പക്ഷെ ജെൻസിയുടെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫ്രീഡം, പ്രൈവസി, പീസ്, ഇതിനൊക്കെയാണ് ജീവിതത്തിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല റിലേഷൻഷിപ്പ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്സ്, സോഷ്യൽ മീഡിയ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ്, കാഷ്വൽ ഡേറ്റിംഗ്, സിറ്റുവേഷൻഷിപ്സ്, ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ഓപ്ഷൻസ് ആണ്. അബൻഡൻസ് ഓഫ് ഓപ്ഷൻസ് ആണ് ഇന്ന് ജെൻസിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ സെക്സിന് വേണ്ടി ഇത്രയും വലിയ റിസ്ക്കും ഇത്രയും വലിയ ബാധ്യതകളും ഇത്രയും വലിയ തലവേദനയും എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യം ഓർക്കില്ല. സോ അതുകൊണ്ട് തന്നെ മാരേജ് ഇസ് നോ ലോങ്ങർ ദ ഓൺലി ഡെസ്റ്റിനേഷൻ. ഇതുകൊണ്ട് തന്നെ ലീഡിംഗ് ആയിട്ടുള്ള പല മാട്രിമോണീസും നല്ല രീതിയിലുള്ള റിസോഴ്സ് റിസഷൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും ക്ലയൻസിനെ പിടിക്കാനായിട്ട് പല രീതിയിലുള്ള ഓഫേഴ്സ് കൊടുത്തും പല രീതിയിൽ ആൾക്കാർ ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 90s പോലെയോ അല്ലെങ്കിൽ മില്ലിനിയൽസിനെ പോലെയോ ജെൻസിക്ക് വെറും ഒരു കല്യാണം മാത്രമല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് കമ്പാറ്റബിലിറ്റിയാണ്. ഇമോഷണൽ കമ്പാറ്റബിലിറ്റി, സിമിലർ ലൈഫ് സ്റ്റൈൽ, ഫിനാൻഷ്യൽ കമ്പാറ്റബിലിറ്റി, കരിയർ ഗോൾസ്, പേഴ്സണൽ ഫ്രീഡം, ഇതൊക്കെയാണ് ഇവർ അന്വേഷിക്കുന്നത്. നമ്മുടെ അർബൻ ഇന്ത്യയിൽ വിവാഹപ്രായം ഉയരുന്നതും യുവാക്കൾ കൂടുതൽ സെലക്റ്റീവ് ആവുന്നതും ഇതൊക്കെ പല റിസർച്ചേഴ്സിലും കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ യുവാക്കളെ തന്നെ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ്, ഫിനാൻഷ്യലി അവെയർ ആണ്, കരിയർ കോൺഷ്യസ് ആണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ വിവാഹം നിർബന്ധമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞൊരു ആൺകുട്ടി വിവാഹത്തിന് തയ്യാറാകുകയാണെങ്കിൽ പോലും കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ബ്രൈഡിന്റെ സൈഡിൽ നിന്നുള്ള വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസും, സാലറി എക്സ്പെക്ടേഷൻസ്, എബ്രോഡ് ജോബ് പ്രിഫറൻസ്, ഗവൺമെന്റ് ജോബ് ഒബ്സഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഇനി വിവാഹത്തിന് തയ്യാറായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിൽ പോലും 1-2 ട്രൈ ഒക്കെ കഴിയുമ്പോൾ മനസ്സുകൊണ്ട് അവർ മടുത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് 25-ലും 26-ലും നടന്ന വിവാഹങ്ങൾ ഇപ്പൊ 30-ലും 32-ലും 34-ലും 36-ലേക്കും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ വേണോ എന്ന് ആലോചിക്കുകയാണ്. ചിലർ ഇനി കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. അതായത് മുൻകാലത്ത് ഈ ആൺകുട്ടികളുടെ ഹെവി ആയിട്ടുള്ള ഡിമാൻഡ് കാരണം, സ്ത്രീധനം, പെണ്ണ് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം എന്നുള്ള ഹെവി ഡിമാൻഡ് കാരണം, ഈ പെണ്ണുങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവർ മാറി എന്ന് ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ഈ ആൺകുട്ടികൾ പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവരിപ്പോ കല്യാണത്തിൽ നിന്ന് മാറി ഇനി ഭാവിയിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും എത്തും. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കും. ഒരു 10 വർഷം 15 വർഷം കൂടുമ്പോൾ ഇതിങ്ങനെ സൈക്കിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ വന്നോണ്ടിരിക്കും. ആണിന് പെണ്ണെ കിട്ടാത്ത അവസ്ഥയും പെണ്ണ് ആണിന് കിട്ടാത്ത അവസ്ഥയും ഇങ്ങനെ മാറി അതിനിടയ്ക്ക് രണ്ടുപേർക്കും വേണമെന്ന് പറയുന്ന അവസ്ഥയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഫെർട്ടിലിറ്റി റേറ്റ് ഈ സൗത്ത് കൊറിയയിലേക്ക് പോലെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയാം. ഹ്യൂമൻ റിസോഴ്സ് കുറയുമ്പോൾ പിന്നീട് ഗവൺമെന്റ് അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് വിവാഹം വേണം, കുട്ടികൾ വേണം എന്നൊക്കെയുള്ള ഇപ്പോൾ സൗത്ത് കൊറിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലുള്ള ഗവൺമെന്റ് പരമായിട്ടുള്ള നിയമങ്ങൾ വേണമെങ്കിൽ മുന്നോട്ട് വെക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിവാഹം വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് പൂർണ്ണമായിട്ടും ഒരാളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ്, പേഴ്സണൽ ചോയ്സ് ആണ്.
അതൊക്കെ ഒരാൾ അവരവരുടെ ജീവിത നിലവാരവും ജീവിത ശൈലിയൊക്കെ അനുസരിച്ച് തീരുമാനിക്കുക. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ള. ഒരു രാത്രി നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബെഡിൽ പോയി കിടക്കുമ്പോൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കണം, രാവിലെ സമാധാനമായിട്ട് എഴുന്നേക്കാൻ സാധിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ശൂന്യ എന്ന് പറയുന്ന ബ്രോക്കറിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പുതിയൊരു ബ്രോക്കറിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അതിനാവശ്യമായിട്ട് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.